ഹായ് ദിസ് ഇസ് ഡേ 5. നമ്മൾ ഈ 5 ദിവസം എന്തൊക്കെ ചെയ്തെന്ന് നോക്കാം. ഡേ 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ചെയ്തു, ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. ഇനി ഡേ 2 തൊട്ട് ഡേ 5 ടിൽ ടുഡേ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് നോക്കാം. ഈ 5 ദിവസവും വളരെ കഷ്ടപ്പാടായിരുന്നു. ബിക്കോസ് നമുക്ക് ചലഞ്ച് എടുക്കാൻ ഭയങ്കര എളുപ്പം. ഞാൻ ഇത് ചെയ്യും എന്നും പറഞ്ഞ് നമുക്ക് ആദ്യത്തെ ആ പുഷ്, പിന്നീട് ആ 90 ഡേയ്സും ഇത് അതേപോലെ കൊണ്ടുപോകാൻ ആ പാട്. ബട്ട് നോ വറീസ്, ഐ വിൽ ഡു. സോ ഈ 5 ദിവസം എന്തൊക്കെ നോക്കാം. ഡേ 2 മോർണിംഗ് രാവിലെ ഫ്രൈഡേ അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു. ഒരപ്പവും ഗ്രീൻ പീസ് കുറച്ച് കൂടുതൽ കയറ്റിയിട്ട് കറിയും. അങ്ങനെ അപ്പവും ഗ്രീൻ പീസ് കറി രാവിലെ. ബ്ലാക്ക് ടീ വിത്ത് ഷുഗർ ഉണ്ട്, ബട്ട് നമ്മളത് കട്ട് ചെയ്തു. ബിക്കോസ് ഷുഗർ ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഡയറ്റ്. സോ ഷുഗർ കട്ട് ചെയ്തു. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ ഒരു തവിച്ചോറ്, 3 തവിയാണ് സാധാരണ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി, ഒന്നരയിൽ നമ്മൾ അരയും കട്ട് ചെയ്തു. ഒരേ ഒരു തവിത്ത് ചോറ്, അത്യാവശ്യം ബീഫ് റോസ്റ്റ്, പിന്നെ ദാൽ കറി, പിന്നെ കാബേജ് തോരൻ കുറച്ച്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേർഡ്. എല്ലാ ദിവസവും കേർഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡയറ്റിൽ നല്ലതാണെന്ന് പറഞ്ഞു. സോ കേർഡ് 3 സ്പൂൺ കേർഡ് കൊടുത്തു. ഇതിൽ ബീഫ് റോസ്റ്റ് പ്രോട്ടീന് വേണ്ടിയിട്ട്, ദാൽ കറിയിൽ അത്യാവശ്യം പ്രോട്ടീനും ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാബേജ് വെജിറ്റബിൾസിന് വേണ്ടി എടുത്തു. പിന്നെ കാപ്സിന് വേണ്ടി കുറച്ച് ചോറ്. പിന്നെ നല്ല പിക്കിളുണ്ട്. നല്ല പിക്കിൾ എന്ന് വെച്ചാൽ അവിടെ തന്നെ ഉണ്ടാക്കുന്ന പിക്കിളാണ്. ബട്ട് പിക്കിൾ സ്റ്റിൽ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മുടെ മെറ്റാബോളിസം കുറച്ച് സ്ലോ ചെയ്യും. ഓയിലിയാണ്, ഓയിൽ കണ്ടന്റ് കൂടുതലാണ്, സാൾട്ട് ഉള്ളത് കൊണ്ട് ആസിഡിറ്റി വരാം, ബ്ലോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പിക്കിൾ കട്ട്. നേരത്തെ ഒരാളിനോട് ചോദിച്ചു വൈ പിക്കിൾ കട്ട്, അതാണിപ്പം പറഞ്ഞത്. ഓക്കെ, സോ പിക്കിൾ കഴിക്കാൻ പാടില്ല. എന്നിട്ട് ഈവനിങ് എന്നത്തെയും പോലെ ചായ കുടിക്കാൻ പോകരുത്, സ്നാക്സ് ഒന്നും കഴിക്കരുത്, നൈറ്റ് കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിരിക്കും. ബട്ട് ആരെങ്കിലുമൊക്കെ വന്ന് ചായ കുടിക്കാൻ വിളിച്ചോണ്ടു. അങ്ങനെ വൈകിട്ടായപ്പം ആസ് യൂഷ്വൽ ഒരാൾ വന്നു, ചായ കുടിക്കാൻ പൊക്കി എടുത്തുകൊണ്ട് പോയി. അവിടെ പോയി ബ്ലാക്ക് ടീ വിത്ത് ഷുഗർ ആൻഡ് ഒരു പരിപ്പോട. വൈകിട്ടായപ്പോഴത്തേക്കും രാത്രി ഡിന്നർ കഴിക്കണ്ടേ. വൈകിട്ട് നമ്മൾ സ്നാക്സ് ആയിട്ട് പരിപ്പോട കഴിച്ചു. അത് ഫാറ്റും ഓയിലും കൂടുതലുള്ള ഒരു സ്നാക്സ് കഴിച്ചു. അതുകൊണ്ടും ഷുഗർ കണ്ടന്റുള്ള ടീ കുടിച്ചത് കൊണ്ടും നൈറ്റ് ഡിന്നർ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് 2 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് 1 ലിറ്റർ മാത്രം വെള്ളം കുടിച്ചു. ഓരോ പ്രാവശ്യം വിശക്കും, വെള്ളം കുടിക്കും, കിടക്കും. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസമായി സാറ്റർഡേ അതേപോലെ പോയി ഇഡ്ഡലി ചമ്മന്തി. ഇഡ്ഡലി ചമ്മന്തി എനിക്ക് ഇഷ്ടമല്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇഡ്ഡലിയും കഴിച്ചു, അതിൻ്റെ കൂടെ ചമ്മന്തി എടുത്തു. സർവൈവ് ചെയ്യണ്ടേ, കഴിഞ്ഞ ദിവസം രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു ഇഡ്ഡലിയും ചമ്മന്തിയും. ബ്ലാക്ക് ടീ ഓൾവേസ് കട്ട്. ഉച്ചയായി ശനിയാഴ്ച ഫിഷ് കറി ചോറ്. പ്രോട്ടീനൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഫിഷ് കറിയും ചോറും, പിന്നെ കേർഡും ഫിഷും കൂടെ അത്ര നല്ല കോമ്പിനേഷൻ അല്ല. നമുക്ക് സ്കിൻ ഡിസീസൊക്കെ വരും. സോ കേർഡും ഫിഷും കൂടെ അങ്ങനെ കഴിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ കേരളീയർ കൂടുതലും കഴിക്കും. കാരണം നമുക്ക് അതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് വരാറില്ല. സോ അതുകൊണ്ട് ഞാൻ കേടൊന്നും കഴിക്കുന്ന പോലെ കഴിച്ചു. മീൻകറിയല്ല, ഒരു തോരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം തോരനും എടുത്തു, ഫിഷ് കറിയും ഇതും. അന്നും പപ്പടമുണ്ട്, പപ്പടം കട്ട്. സാറ്റർഡേ ഈവനിങ് ആയി. അന്നത്തെ ദിവസം പ്രോട്ടീനൊന്നും വലുതായിട്ട് കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ChatGPT ചോദിച്ചു എന്തെങ്കിലും വഴിയുണ്ടോ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു എന്താ പീനട്ട് റോസ്റ്റഡ് കഴിച്ചോ, അതിൽ അത്യാവശ്യം പ്രോട്ടീനൊക്കെ ഉണ്ടെന്ന്. നേരെ പോയി വഴി കണ്ട ഒരു ചേട്ടൻ ഇങ്ങനെ ഇട്ടു കപ്പലിനെ ഉണ്ടാക്കുന്ന നാട്ടിലെ ഉന്തുവണ്ടിയിൽ, അതിന് 20 രൂപയ്ക്ക് മേടിച്ചു കഴിച്ചു. അത്യാവശ്യം പ്രോട്ടീനൊക്കെ കിട്ടിയെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു 4 ബദാമും കൂടെ കഴിച്ചു കേട്ടോ. വൈകിട്ടേനെ 4 ബദാമും കൂടെ കഴിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം കംപ്ലീറ്റഡ്. ഫ്രൈഡേ ആയി സാറ്റർഡേ. ഇനി നമ്മൾ നേരെ സൺഡേയിലാണ് മെയിൻ ഈവൻറ്റ്സ് നടക്കാൻ പോകുന്നത്. സൺഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും പുട്ടും കടലക്കറിയും. വാവ്, വാട്ട് എ കോമ്പിനേഷൻ. ബട്ട് സ്റ്റിൽ ഡയറ്റിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അരക്കുറ്റി പുട്ടെടുത്തു. അരക്കുറ്റി പുട്ടും കടല കുറച്ച് കൂടി, ബ്ലാക്ക് ചനയാണേ. അപ്പം അതിൽ കടല കുറച്ച് കൂടുതൽ എടുത്തിട്ട് കടലക്കറിയും കൂട്ടി പുട്ടും ഇതും. അന്നും ബ്ലാക്ക് ടീ കട്ട്. ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച്. സൺഡേ ലഞ്ച് എന്ന് പറയുമ്പം ഓൾവേസ് സ്പെഷ്യൽ. ഗീ റൈസും ചിക്കൻ റോസ്റ്റും. നേരെ പോയി ഒരു തവി ഗീ റൈസ് എടുത്തു. ഗീ റൈസ് ഒരു തവിയിൽ കുറച്ച് കൂടുതൽ കയറി, കാരണം ചെറിയ റൈസ് അല്ലേ, കുറച്ച് കൂടുതൽ കയറി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫ്യൂ പോർഷൻ. എന്നിട്ട് ചിക്കൻ റോസ്റ്റ് 3 പീസ് ചിക്കൻ റോസ്റ്റ് എടുത്തു.
കഴിക്കാൻ തുടങ്ങി. കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കും വൺ ഓഫ് മൈ കൊളീഗ് ഓക്സ് റോസ്റ്റ് കൊണ്ടുവന്നു. ഓക്സിൽ റോസ്റ്റ് എന്ന് വെച്ചാൽ ഓക്സിന്റെ ടെയിൽ, ബീഫിന്റെ ടെയിൽ കൊണ്ടുണ്ടാക്കിയ റോസ്റ്റ്. പേര് അപ്പം ചിലർക്ക് കുറച്ച് വീടായിട്ട് തോന്നും. കാരണം കേരളത്തിന്റെ സൗത്തിൽ കിടക്കുന്നവരൊന്നും അധികം കഴിക്കാത്തായിട്ടാണ് ഓക്സ് ടെയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. പിന്നെ ഓക്സ് ടെയിൽ നോക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നുമല്ലോ, ബീഫിന്റെ ടെയിൽ. ബട്ട് പേര് പോലെ നല്ല കേട്ടോ, പോളി സാധനമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഓക്സിൽ റോസ്റ്റും കഴിച്ചു. ഒരു പീസ് എടുത്തു. ഒരു പീസും, ആ പീസ് എന്ന് പറയാൻ പറ്റില്ല, അത് ഒരു പീസ്. പക്ഷെ പീസ് എല്ലാണ് കേട്ടോ, മൊത്തം അല്ല, എല്ലിന്റെ ഇടയിൽ മീറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ്, ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള. ഓക്സിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല, കാരണം ഓൾറെഡി നമ്മൾ പ്രോട്ടീൻ ചിക്കൻ റോസ്റ്റ് ആയിട്ട് എടുത്തു. പിന്നെ ഓക്സിൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് പിന്നെ അങ്ങ് എടുത്ത് കഴിച്ചു. ബട്ട് അതിൽ തന്നെ കൂടെ ഞാൻ ഒരു പപ്പടവും കൂടെ അറിയാതെ കഴിച്ചു കേട്ടോ, ഫോർ എക്സ്ട്രാ പ്ലഷർ. പപ്പടം കഴിക്കാനേ പാടില്ല, പക്ഷെ ഒരു എക്സ്ട്രാ പ്ലഷറിന് വേണ്ടി ഒരു പപ്പടം കൂടെ കഴിച്ചു. ഈവനിങ് ആയപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ടീ കുടിക്കാൻ വേറൊരു കൊളീക്ക് വിളിച്ചുകൊണ്ട് പോയി. നേരെ പോയി ടീയും വെട്ട് കേക്കും കഴിച്ചു. ബട്ട് ഷുഗർ ആയിരുന്നു, 2 ഷുഗർ ഉണ്ട്. പിന്നെ ഒന്ന് ഓയിലി സ്നാക്സ് കഴിക്കാൻ പാടില്ല, ബട്ട് സ്റ്റിൽ കഴിച്ചു. അതുകൊണ്ട് നൈറ്റ് ഫുഡ് കട്ട്. അന്ന് രാത്രി ഒന്നും കഴിച്ചില്ല. ഈ 2-3 ദിവസമൊക്കെ അപ്പോഴേ ആദ്യമൊക്കെ ഒരു ഓളത്തിന് നൈറ്റ് കഴിക്കാതിരിക്കും. രണ്ടാമത്തെ ദിവസമായപ്പം കുറച്ച് പാടായി. മൂന്നാമത്തെ ദിവസമായി, ഞായറാഴ്ചയൊക്കെ ആയപ്പം രാത്രി കഴിയടാ. ഞായറാഴ്ച ദിവസമല്ലേ, ഒന്നാം നല്ല ഓഫറൊക്കെ ഉള്ള ഓരോരുത്തന്മാർ അവിടെ പോണതും ഇവിടെ പോണതും, മന്തി കഴിക്കാൻ പോകുന്നതും, ഷവർമ, അൽഫാം, ഷവായൊക്കെ അവിടെ ഓരോ ഇൻഫ്യൂസ്ഡ് ഷവായ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ ഇങ്ങനെ പിറകെ നടക്കുക. നമ്മളതൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് കണ്ടോണ്ടിരിക്കും. റീൽസൊക്കെ എടുക്കുമ്പം ഇപ്പം എൻ്റെ റീൽസ് നമ്മൾ എന്തേലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് വരത്തില്ല. ഭാഗ്യം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ ബീഫ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ബീഫിനെ കുറിച്ചുള്ള എന്തെങ്കിലും റീൽ, ബീഫ് റോസ്റ്റ്, ബീഫ് കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. ബട്ട് ഇപ്പോൾ അതൊന്നും വരുന്നില്ല. അങ്ങനെ ഞായറാഴ്ചയും കഴിഞ്ഞ് ഇനി തിങ്കളാഴ്ച ആസ് യൂഷ്വൽ നോർമലായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു, ഇഡ്ഡലി സാമ്പാറും. അവിടുത്തെ സാമ്പാർ നല്ല ടേസ്റ്റാണ്. സോ 2 ഇഡ്ഡലി സാമ്പാർ കൊടുത്തു. പക്ഷെ ആ സാമ്പാറിൻ്റെ ആ അതിയായ സ്വാദ് കാരണം ഞാൻ ഒരു ഇഡ്ഡലിയും കൂടി എടുത്തു. എൻ്റെ BMI വെച്ചിട്ട് എനിക്ക് 3 ഇഡ്ഡലി വരെ രാവിലെ കഴിക്കാം. കാലറി ഇൻടേക്കിൽ രാവിലെ 2 or 3 ഇഡ്ഡലീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ചെറിയ ഇഡ്ഡലി ആയതുകൊണ്ട് 3 എടുത്തു. പിന്നെ എനിക്ക് എൻ്റെ ആ ത്വരയും കൂടെ കാരണം, കൊതിയും കൂടെ കാരണം ഞാൻ ഒരെണ്ണം കൂടെ എടുത്തു. അങ്ങനെ 3 ഇഡ്ഡലി സാമ്പാറും അൺലിമിറ്റഡ് കുറേ സാമ്പാർ വാരി വെച്ച്. കാരണം എനിക്ക് ഇഡ്ഡലി സാമ്പാറിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. സാധാരണ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുള്ളത് ഇഡ്ഡലി എടുക്കും, സാമ്പാറിൻ്റെ പകുതി എടുക്കുള്ളൂ. എന്തോ സൈഡ് ഡിഷ് തൊട്ടെടുക്കാൻ പോലെ. സാമ്പാർ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസിൻ്റെയൊക്കെ അതിപ്രസരമുള്ള സാധനമല്ലേ, അതുകൊണ്ട് കഴിക്കാം. പിന്നെ അതിൽ നല്ല ദാലൊക്കെ ഇട്ടുണ്ടാക്കി, അപ്പോൾ നല്ല തിക്കായിരിക്കും. അതുകൊണ്ട് സാമ്പാർ ഇങ്ങനെ നല്ലപോലെ കഴിച്ചു. ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് ചോറും ബീഫ് റോസ്റ്റും തോരനും എഗ് ബുർജിയും. പിന്നെ എന്താ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കാർഡും. അപ്പം എഗ് ബുർജി എടുത്തു, കാരണം പ്രോട്ടീൻ. ബീഫ് റോസ്റ്റും എടുത്തു, പ്രോട്ടീൻ. കുറച്ച് ഒരു തവി ചോറ് കൊടുത്തു, കേടും എടുത്ത് കഴിച്ചു. ഈവനിങ് ആയി, നേരെ ബാഗ് പാക്ക് ചെയ്തു, വീട്ടിലോട്ട് പോയി. കാരണം ടുഡേ ഐ എം ടേക്കിംഗ് ലീവ് ഫോർ 4 days. അവിടെ നേരെ ഞാൻ എന്ത് ചെയ്തു, വീട്ടിലോട്ട് വണ്ടി കയറിയില്ല, വണ്ടിയിൽ കയറി വന്നു. വരുന്ന വഴി ആലപ്പുഴ എത്തിയപ്പോഴേ ആലപ്പുഴ ബീച്ച് റോഡിൽ കൂടെ വരണം. ബീച്ച് റോഡിൽ കൂടെ വരുമ്പോൾ ഞാൻ ഇന്ന് നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയപ്പോഴത്തേക്കാണെങ്കിൽ കപ്പൽ ടീ കഴിക്കാമെന്ന് പറഞ്ഞാൽ പോയി, കുറച്ച് പ്രോട്ടീൻ കൂടെ അധികം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ബട്ട് അവിടെ ആരെയും കണ്ടില്ല. പിന്നെ കുറേ 1 മണിക്കൂർ ബീച്ചിൽ ഇങ്ങനെ തിരയൊക്കെ നോക്കി ഇറക്കിയിട്ട് തിരിച്ച് വണ്ടി എടുത്ത് വീണ്ടും ഇങ്ങോട്ട് വന്നു. വരുന്ന വഴി കൊട്ടാരക്കര ഒരു ബസ് സ്റ്റോപ്പിൽ ആ ഷെഡിൻ്റെ അവിടെ ആയിട്ടാണെങ്കിൽ ഒരാളിങ്ങനെ കപ്പൽ ടീ ഉണ്ടാക്കിയിരിക്കുന്നു. സോ എനിക്ക് ഒരുപാട് നേരം വണ്ടി ഓടിച്ചില്ല, അതുകൊണ്ട് അവിടെ ഒന്ന് നിർത്തി കുറച്ച് ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു. ആ ടൈമിൽ അവിടെ ഒന്ന് 20 കപ്പലിൻ്റെ മേടിച്ചിട്ട് അതേപോലെ കഴിച്ചു. സോ നൈസ്. ആ ടൈമാണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയണത് ഡിന്നർ എന്തായാലും ഉണ്ട്, ചപ്പാത്തിയാണ്, എഗ് റോസ്റ്റ് ആണെന്ന്. കുഴപ്പമില്ല, ഡയറ്റിൽ കഴിക്കുന്ന ടൈം മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം 6 മണിക്കാണ് നമ്മൾ കഴിച്ചു തീർത്തേണ്ടത്. ബട്ട് ടുഡേ ഞാൻ ഓൾറെഡി പീനട്ട് കഴിച്ചു, അത് പിന്നെ സ്റ്റിൽ കഴിക്കാൻ പാടില്ല. 6 മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ കഴിച്ചു. പക്ഷെ എന്നിട്ട് ഞാൻ വീടെത്തുന്നപ്പോഴാണ് 12 മണിക്ക്. അപ്പോൾ കഴിക്കാൻ പാടുണ്ടോ? പാടില്ല. എന്നിട്ട് ഞാൻ കഴിച്ചു. വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം കഴിച്ച 3 ചപ്പാത്തിയും 2 എഗ്ഗുള്ള എഗ് റോസ്റ്റും പിന്നെ 2 കഷ്ണം ചെറിയ ചൂരമീൻ ഫ്രൈ. സാറ്റിസ്ഫൈഡ്. ബട്ട് കഴിക്കാൻ പാടില്ല. അപ്പം ഡയറ്റ് നോക്കുകയാണെങ്കിൽ
കാലറി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 1500 1600 കാലറിക്കകത്ത്. ബട്ട് കഴിച്ച ടൈം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബോഡി ഡൈജഷനിലോട്ടൊന്നും പോകത്തില്ല. കാരണം 12 മണിക്ക് വന്ന് കഴിച്ചിട്ട് 1 മണിക്കൂർ ഞാൻ സിനിമയെ കണ്ട് ഈ ടൈമൊക്കെ കളഞ്ഞിട്ടാണ് സ്റ്റിൽ ഇരുന്നുകൊണ്ട് കണ്ടിട്ടാണ് കയറി കിടന്നത്. ബട്ട് സ്റ്റിൽ കഴിക്കാൻ പാടില്ല, അതൊരു നെഗറ്റീവാണ്. അതുകൊണ്ട് ടുഡേ മോർണിംഗ് ആയപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഒരു 8:30 9 മണിയായപ്പോൾ എണീറ്റ്. സാധാരണ ഞാൻ 7:30ക്ക് എണീക്കുന്നത്, കാരണം ഓഫീസിൽ പോകേണ്ടത്. ബട്ട് ടുഡേ ഈസ് ഓൺ ലീവ്, ഹോളിഡേ. അതുകൊണ്ട് ഞാൻ ചെയ്തു 8:30 വരെ സുഖമായിട്ട് 8 8:45 ആയപ്പോഴത്തേക്ക് നൈസിന് എണീറ്റു. ഇന്നലെ രാത്രി ഹെവി മീൽ അല്ല, ലേറ്റായിട്ട് കഴിച്ചത് കൊണ്ട് ചെയ്തു ഒരു ദോശയും ഒരു സിംഗിൾ ഓംപ്ലേറ്റും കുറച്ച് കിഴങ്ങ് കറിയും കൂടെ കൂട്ടി രാവിലെ കഴിച്ചു. ഒരു 10 മണിയായപ്പോൾ വീട്ടുകാർ ചോദിച്ചു വാട്ടി പോകേണ്ടത്. ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി. നേരെ എന്ത് ചെയ്തു, വീട്ടിൽ കിടന്ന നാടൻ കോഴീനെ, കാരണം നാടൻ കോഴി കുറച്ച് നല്ലതാണെന്ന് തോന്നി. സോ വീട്ടിൽ നിന്ന് നാടൻ കോഴി അമ്മ തന്നു, കൊണ്ടുപോയി കറി വയ്ക്കാൻ പറഞ്ഞു. നേരെ കടയിൽ കൊണ്ടുപോയി പിന്നി അതേപോലെ തിരിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നു, കറി വെച്ചു, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. ഉച്ചയായി, 2 പപ്പടം എടുത്തു. പപ്പടം കഴിക്കാൻ പാടില്ലാതെ 2 പപ്പടം എടുത്തു. അത്യാവശ്യം ചോറെടുത്തു. ഒരു തവി എടുക്കുന്നതിന് 2-3 തവി എടുത്തു. ഞാൻ നോർമൽ എങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെ 3 തവി ചോറെടുത്തു, കുറേ ചിക്കൻ കറി എടുത്തു, കഴിച്ചു. ബിരിയാണി വാസ് സോ നൈസ് ബിക്കോസ് 2 പപ്പടവും കൂടെ ഉണ്ട്. പിന്നെ കുറേ ദിവസത്തെ ഒരു 5 ദിവസം മുമ്പുള്ള ആ കഴപ്പ് വീണ്ടും ഇതിലൂടെ കാണിച്ചു. അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചു. കഴിയാൻ പാടില്ലായിരുന്നു കേട്ടോ, മീൻസ് ചെയ്ത തവർ. പക്ഷെ കാലറി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണിയും 2 പപ്പടവും കൂടെ ഒരു 800 കാലറി കിട്ടുമെന്ന് വെച്ചു. രാവിലത്തെ കഴിച്ചതും കൂടെ ഒരു 250, ശരി 1100 ആയുള്ളൂ. ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. ബട്ട് നമുക്ക് വെയിറ്റ് ലോസ് എടുക്കേണ്ടതല്ലേ, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലോ. അതുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്തു, ഓക്കെ നമുക്ക് അടുത്ത അവസ്ഥയിൽ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞ് കഴിച്ചു. സോ ഈവനിങ് ആയി, നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവനെ കഴിഞ്ഞ മാസം പോയപ്പോൾ ഞാൻ കണ്ടില്ല, അവൻ വയ്യാതെ തളർന്ന് കിടക്കുകയാണ്. സോ അവിടെ പോയി അവൻ കട്ടൻ തേയില വിത്ത് ഷുഗർ, പിന്നെ ഒരു ഏത്തപ്പഴം പ്രോട്ടീൻ ആയതുകൊണ്ട് കഴിച്ചു. എന്നിട്ട് കുറച്ച് മിച്ചറും കൊണ്ടുവന്നു, കുറച്ച് മിച്ചർ. അത് പിന്നെ കഴിച്ചെന്നും പറയാം, കഴിച്ചില്ല എന്നും പറയാം. കുറച്ച് കപ്പലിനെയും പറക്കി തന്നിട്ട് അങ്ങനെ കുറേ ലൂസ് ടോക്കൊക്കെ ചെയ്ത് എൻ്റെ കറണ്ട് വീഡിയോസിനെ കുറിച്ച് അഭിപ്രായമൊക്കെ ചോദിച്ചു. അങ്ങനെ പോയി. എന്നിട്ട് നൈറ്റ് തിരിച്ചു വന്നിട്ട് ചിക്കൻ മാത്രം കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. ബട്ട് സ്റ്റിൽ കുറച്ച് ചോറ്, വളരെ കുറച്ച് ചോറ്, ഒരു തവി ചോറെടുത്ത്. ചോറ് മീൻസ് ബിരിയാണി റൈസ്, ചിക്കൻ പപ്പടം. പറയാൻ തന്നെ എനിക്ക് ഗിൽട്ടാ. സ്റ്റിൽ പപ്പടം ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ 2 പപ്പടം, ഇതും കൂടി ചേർത്ത് 3 പപ്പടം കഴിച്ചു. ഒരു തവി ബിരിയാണി റൈസും ചിക്കനും കഴിച്ചു. അപ്പം ഇതും കൂടെ ആയപ്പോഴത്തേക്കും എൻ്റെ കാലറി എറൗണ്ട് ഒരു 1700 1500 1700 അതിനുള്ളിലായി. പക്ഷേ ഈ പപ്പടം കഴിച്ചതും റൈസ് കുറച്ച് കൂടുതൽ കഴിച്ചതും അതൊരു മോശം പ്രവണതയാണ്. ബിക്കോസ് വി ഹാവ് ടു ലൂസ് വെയിറ്റ്. ഇൻ ദിസ് സിറ്റുവേഷനിൽ നമ്മൾ ഇത് കഴിച്ചത് അങ്ങേയറ്റമല്ല, ദിസ് ഇസ് റോങ്. സോ നമ്മളിതിന് പ്രായച്ചിത്തമാണ്, ഇത് നമ്മൾ പരിഹാരം ചെയ്യും. യെസ്, വി ഹാവ് ടു ഡു സംതിങ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇതൊക്കെയാണ് ഞാൻ ഈ 4 ഡേയ്സും കഴിച്ചത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ലിറ്റിൽ, ആദ്യത്തെ ഒരു 3 ദിവസം കുഴപ്പമില്ല. ഒരു 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നൈറ്റ് കഴിച്ചു. 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും നൈറ്റ് കഴിച്ചു. അതും നൈറ്റ് കഴിച്ചത് ഒരു ദിവസം താമസിച്ചാണ് കഴിച്ചത്, രാത്രി 12 മണിക്ക്. അതിൻ്റെ അടുത്ത ദിവസം കഴിച്ചത് 8 മണിക്ക്. ബട്ട് സ്റ്റിൽ ഇത് രണ്ടും വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ചാലഞ്ചസിന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വന്നത്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നമ്മളെ ചാലഞ്ചസിൽ നിന്നും ചഞ്ചലിപ്പിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷേ നമുക്കറിയാം അതിൽ നിന്ന് വീഴാതെ നോക്കാനും വേണം. അഥവാ വീണാലും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതൊക്കെ ഓവർകം ചെയ്യാമെന്ന് നോക്കണം. അപ്പോൾ ഇത് ഓവർകം ചെയ്യുന്ന വീഡിയോ ഉണ്ട്, നെക്സ്റ്റ് ഞാനത് പറഞ്ഞുതരാം. അപ്പം അടുത്ത വരയ്ക്ക് സന്ധിക്കുമ്പോഴേക്കും വണക്കം.